നമസ്കാരം. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം കേരളത്തിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി കൂടുതൽ കുരുക്കുകളിലേക്ക് നീങ്ങുകയാണ്. കാരണം BJPയുടെ സംസ്ഥാന നേതൃത്വവും ഈ ഒരു വിഷയത്തിൽ നിലവിലിപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. എന്നാലിപ്പോൾ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു കേസിൽ CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഉടൻ തന്നെ അന്വേഷണത്തിന് എത്തും. അത്തരത്തിലൊരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ സംസ്ഥാന നേതൃത്വവും നിലവിലിപ്പോൾ മുൻപോട്ട് നീങ്ങുകയാണ് എന്നുള്ളതാണ്. കേരളത്തിൽ ഫുട്ബോളിൻ്റെ പേരിൽ മെസ്സി തട്ടിപ്പ് എന്ന നിലയിൽ വിവാദമായിരിക്കുന്ന റിപ്പോർട്ടർ കൊള്ള CBIക്ക് വിടണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. മെസ്സി തട്ടിപ്പ് എന്ന നിലയിൽ വിവാദമായിരിക്കുന്ന റിപ്പോർട്ടർ കൊള്ള CBIക്ക് വിടാൻ VD സതീശൻ സർക്കാർ തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. അർജന്റീന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ഉള്ള അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു കരാറാണത്, ഒരു തട്ടിപ്പാണത്. എംബസികളുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ടും ഇതിന് ബന്ധമുണ്ട്. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പേര് ദുരുപയോഗം ചെയ്താണ് ഈ കോടികളുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ അതീവ ഗൗരവമായിട്ടുള്ളൊരു കാര്യം, കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഈ റിപ്പോർട്ടറുമായിട്ട് ചേർന്നുള്ള കൊള്ളയിൽ പങ്കുണ്ട്, അതിലെ പങ്കാളികളാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് CBIക്കും കേന്ദ്ര ഏജൻസികൾക്കും വിടാൻ VD സതീശൻ സർക്കാർ തയ്യാറാകണമെന്ന് BJP ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. ശബരിമല ഡീല് പോലെ പിണറായി വിജയനെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും രക്ഷിക്കാനായിട്ട് ഇത് ഡീലാക്കരുത്, ഒത്തുകളിക്കരുത് എന്നും ശ്രീ VD സതീശനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണല്ലോ സാധാരണ നടക്കുന്നത്. രാഹുൽ ഗാന്ധി ഇടപെട്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഘടകകക്ഷികളാണല്ലോ നമ്മുടെ CPM. അതുകൊണ്ട് അവർക്കെതിരെ അങ്ങനെയുള്ള അന്വേഷണമൊന്നും വേണ്ട, കേന്ദ്ര ഏജൻസിയൊന്നും ഉൾപ്പെടുത്തണ്ട എന്നുള്ള ഉപദേശം VD സതീശന് കിട്ടുകയും അതിനെ സംബന്ധിച്ചുള്ള ചില ഡീലുകളുമാണ് കേരളത്തിൽ ഇടതും വലതുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് VD സതീശൻ പിണറായി വിജയനുമായിട്ട് ഡീലുണ്ടാക്കി ഈ റിപ്പോർട്ടർ കൊള്ള അല്ലെങ്കിൽ മെസ്സി തട്ടിപ്പ് അത് പൂഴ്ത്തിവെക്കരുത്, അത് അട്ടിമറിക്കരുത് എന്നും കൂടി BJP ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, ഇതിൻ്റെ പേരിൽ GST തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന് ബോധ്യം വന്നിരിക്കുന്നു. ആ GST തട്ടിപ്പിനെ സംബന്ധിച്ച് ക്രിമിനൽ കേസെടുക്കാൻ തയ്യാറാകണം. ആ ക്രിമിനൽ കേസ് എടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ മുന്നോട്ട് പോകണം എന്നും സംസ്ഥാന സർക്കാരിനോട് BJP ആവശ്യപ്പെടുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇതിലെ ഇടനിലക്കാരന് 19ഓളം കേസുകളുണ്ടെന്നും അത് പലതും വഞ്ചനാക്കുറ്റം ഉൾപ്പെടെയുള്ള കേസുകളാണെന്നും ദുരൂഹമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്നും അന്താരാഷ്ട്ര ഏജൻസികളുമായിട്ടുള്ള ബന്ധം കാരണം ഇത് കേന്ദ്ര സർക്കാർ ഇടപെടാൻ സാധ്യതയുണ്ടെന്നും ഉള്ള അതിഗൗരവത്തിലുള്ള റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയിട്ടും ഈ കൊള്ളയ്ക്ക് മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും കൂട്ടുനിന്നത് ഈ കൊള്ളയുടെ മുതൽ മാർക്സിസ്റ്റ് പാർട്ടിക്കും മുൻ മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാർക്കും കിട്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് കേന്ദ്ര ഏജൻസി ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ട് അന്വേഷിക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നത്. യാതൊരു ഡീലും ഉണ്ടാക്കാതെ ആ അന്വേഷണം CBIക്ക് വിടാൻ VD സതീശൻ സർക്കാർ എത്രയും പെട്ടെന്ന് തീരുമാനിക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നു. സംസ്ഥാന സർക്കാരിന് വേണ്ടിയാണ്, സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടു കൂടിയാണ് മെസ്സിയെ കൊണ്ടുവരുന്നത് എന്ന വാദമുഖമാണ് ഇതിൻ്റെ സംഘാടകർ ഉന്നയിച്ചത്.
ഇതിൻ്റെ ഇടനിലക്കാർ ഉന്നയിച്ചത്. എന്നാൽ സംസ്ഥാന സർക്കാരുമായിട്ട് സംസ്ഥാന സർക്കാർ അറിയാതെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് കരാർ ഒപ്പിട്ടു. ആ കരാറിൽ തിരുത്തലുകൾ വരുത്തിയതും സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നാണ് രേഖകൾ കൊണ്ട് മനസ്സിലാവുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോട് നടക്കുന്ന ഈ തട്ടിപ്പ്, ആ തട്ടിപ്പ് അതിനുവേണ്ടിയുള്ള എഗ്രിമെൻറ്റുകൾ ഒപ്പിട്ടത് സംസ്ഥാന സർക്കാർ അറിയാതെ എങ്ങനെ ഒപ്പിട്ടു എന്നുള്ള ചോദ്യമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതേ സമയത്ത് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ഷറഫ് അലി എങ്ങനെയാണ് ഈ തട്ടിപ്പുകാരനുമായിട്ട് വിദേശത്ത് പോയി ഇതുമായിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുത്തത് എന്ന് പിണറായി വിജയൻ വ്യക്തമാക്കാൻ ബാധ്യസ്ഥനാണ്. അതുപോലെ സംസ്ഥാന സർക്കാർ അറിയാതെ എഗ്രിമെൻ്റ് ഒപ്പിട്ടു. പക്ഷേ ഇതിനെ സംബന്ധിച്ച് കരാർ ലംഘിച്ചതിൻ്റെ പേരിൽ 40 ലക്ഷം US ഡോളറിൻ്റെ പിഴ ചുമത്തപ്പെട്ടപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയും എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചു. ആ പിഴ ഒഴിവാക്കുന്നതിന് വേണ്ടി അന്നത്തെ സ്പോർട്സ് സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് ഹനീഷിനെ കൊണ്ട് അർജന്റീനയിലെ ഇന്ത്യൻ അംബാസിഡർക്ക് കത്തെഴുതിപ്പിച്ചു. ആ കത്തെഴുതിപ്പിച്ചതിൽ പറയുന്നത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ഇതിനെ സംബന്ധിച്ച് വരുന്ന ഈ പിഴ സംസ്ഥാന സർക്കാരിനെ ഗുരുതരമായിട്ട് ബാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റിപ്പോർട്ടർ കൊള്ളയിൽ സംസ്ഥാന പിഴ വന്നാൽ അതെങ്ങനെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കുമെന്ന് പിണറായി വിജയൻ ഇനിയെങ്കിലും പറയാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കും പിണറായി വിജയനും ഈ കൊള്ളയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധ്യമല്ല. ഈ കൊള്ളയെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യമാണ്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് BJP അടരാടും. BJP ആ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്. എന്തായാലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏജൻസികളുടെ അന്വേഷണ പരിധിയിലൊന്നും തന്നെ ഈ ഒരു കേസ് അന്വേഷണം വരില്ല എന്നാണ് എസ് സുരേഷ് ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കേന്ദ്ര ഏജൻസികൾ CBI, SFIO അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഈ ഒരു കേസിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. വലിയ സാമ്പത്തിക കൊള്ളയാണ് നടന്നിരിക്കുന്നത്. അതായത് അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ തന്നെ ഈ ഒരു കേസ് അന്വേഷിക്കണമെന്നാണ് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആവശ്യം. ക്യാമറമാൻ ഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.